അന്ന് നിന്റെ ചേട്ടൻ മരിച്ചപ്പോൾ എന്താ പോലീസിലൊന്നും പരാതി കൊടുക്കാതിരുന്നത്? അസ്വാഭാവികമായ മരണമല്ലേ? അതിനെക്കുറിച്ച് വീട്ടുകാരും യാതൊരു പരാതിയുമായി പോയില്ലല്ലോ. അവൻ്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവളും സ്മൃതികളോടെ നോക്കി. അന്ന് അതിനൊന്നും പറ്റുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല ഞങ്ങൾ. ചേട്ടൻ്റെ നഷ്ടം ഞങ്ങളെ അത്രമാത്രം തളർത്തി കളഞ്ഞിരുന്നു. പിന്നെ എന്തു പറഞ്ഞ് പരാതി കൊടുക്കും? ജീവിത പ്രയാസങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഏട്ടന്. ആത്മഹത്യ ചെയ്തതാണെങ്കിലോ? മാത്രമല്ല, പരാതി കൊടുക്കുകയാണെങ്കിൽ അതിനൊന്ന് വേണം സ്വാധീനമൊക്കെ. ഒന്നും ഉണ്ടായിരുന്നില്ല. ഏട്ടൻ്റെ മരണം കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടം സംഭവിച്ചു. ഇനി പരാതി കൊടുത്താലും ഏട്ടനെ തിരികെ കിട്ടില്ലല്ലോ. വീണ്ടും വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കൂടി അറിയാൻ കഴിയൂ. അതറിയാൻ എനിക്കും അച്ഛനും താല്പര്യമുണ്ടായിരുന്നില്ല. എങ്കിലും പെട്ടെന്നുള്ള മരണം, അതിൻ്റെ കാരണം എന്താണെന്ന് എപ്പോഴെങ്കിലും തിരക്കാൻ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ ഏട്ടനും എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എൻ്റെ മനസ്സ് എപ്പോഴും പറയാറുണ്ട് എന്നോട്. ഈശ്വരന്മാർക്ക് ഇഷ്ടമല്ലാത്ത എന്തോ ജോലിക്ക് പോയിട്ടുണ്ട്. കൈ നിറയെ ക്യാഷ് കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് ഉറപ്പിച്ചതാണ്. ഞാൻ ഏട്ടനോട് പറഞ്ഞതാണ് മോശം വഴിയിലൂടെയുള്ള പണമൊന്നും നമുക്ക് വേണ്ടെന്ന്. അന്ന് ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലെന്നും നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് പണം മാത്രമേ വാങ്ങൂ എന്നും പറഞ്ഞു. ഒരു പക്ഷേ വീട്ടിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വർദ്ധിച്ചപ്പോൾ പെട്ടെന്ന് പണക്കാരനാവാമെന്നുള്ള ഒരു ദുർബുദ്ധി തോന്നിയിട്ടുണ്ടാകും. ആ ബുദ്ധിയാകും അങ്ങനെ ഒരവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചത്. പറഞ്ഞപ്പോഴേക്കും അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു. മിഥുൻ്റെയും. അവൾ കാണാതെ അവൻ അത് ഒപ്പിക്കളഞ്ഞിരുന്നു. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷ, അതാണ് താൻ കാരണമില്ലാതായത്. അവന് തല പെരുക്കുന്നത് പോലെ തോന്നി. എനിക്ക് സനൂപിനെ ഒന്ന് കാണണം. വീട്ടിലേക്ക് ഇറങ്ങുന്നില്ല. തന്നെ വീട്ടിലേക്ക് വിട്ടതിനു ശേഷം സനൂപിനെ കണ്ടിട്ട് ഞാൻ തിരികെ വീട്ടിലേക്ക് വരും. എന്താ അത്യാവശ്യമായിട്ട്? ഒന്നുമില്ല, ഞാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം അവനോട് പറഞ്ഞതാ. അപ്പോൾ ഞാൻ നേരത്തെ ഒന്നും പറഞ്ഞില്ല എന്നൊരു പരിഭവം. അതിൻ്റെ പേരിൽ ആൾ പിണക്കത്തിലാണ്. അത് മാറ്റാൻ വേണ്ടിയാ, അല്ലാതെ ഒന്നുമില്ല. മിഥുൻ അവളെ നോക്കി പറഞ്ഞു. എന്താ കണ്ണേട്ടൻ പറഞ്ഞത്? അവൾക്കറിയാൻ ആകാംക്ഷയായി. എനിക്കെൻ്റെ പെണ്ണില്ലാതെ പറ്റില്ല എന്ന്, ഡിവോഴ്സിനെ പറ്റി നീ സംസാരിക്കേണ്ടെന്ന്. പെട്ടെന്ന് വിഷാദം നിറഞ്ഞ അവളുടെ മുഖത്ത് നാണം പല വർണ്ണങ്ങൾ വിതറി തുടങ്ങിയിരുന്നു. അതവൻ ശ്രദ്ധിച്ചു. വീടിന് മുൻപിൽ അവളെ ഇറക്കി ഒരു വാടിയ പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ച് അവൻ്റെ കാറ് പാഞ്ഞുപോയി. ആ യാത്രയിൽ തന്നെ സനൂപിനെ വിളിച്ച് കാണാനുള്ള സ്ഥലത്തെക്കുറിച്ചും അറിയിച്ചിരുന്നു. സ്ഥലം പറഞ്ഞതിനു ശേഷം വളരെ അസ്വസ്ഥനായിരുന്നു മിഥുന്. കാറിനുള്ളിൽ നിന്ന് കുറച്ച് സമയങ്ങൾക്ക് ശേഷം സനൂപ് അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. കാറിനുള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ തന്നെ അവൻ അസ്വസ്ഥനാണെന്ന് സനൂപിന് തോന്നി. എന്താടാ, എന്തു പറ്റി? ഒരു പ്രശ്നമുണ്ടടാ. എന്താ? സരീവുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? സനൂപ് ചോദിച്ചു. സനൂപിന് അതൊരു ആകാംക്ഷയായിരുന്നു. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, പക്ഷെ പ്രശ്നം ഉണ്ടാവും. എന്താ നീ പറയുന്നത്? സരവു എന്നെ വിട്ടു പോകും, എനിക്ക് ഉറപ്പാണ്, മിഥുൻ അവനോടായി പറഞ്ഞു. എന്തൊക്കെ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സന്ദീപ് ആരാണെന്ന് നിനക്കറിയുമോ? സന്ദീപോ? ഏത് സന്ദീപ്? നീ എന്താ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത്? സന്ദീപ് ആരാണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം, മിഥുൻ വീണ്ടും സനൂപിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ എന്താ ഉദ്ദേശിക്കുന്നത്? പക്ഷേ നമുക്ക് രണ്ടുപേർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. സരയു സന്ദീപിൻ്റെ പെങ്ങളാണെന്ന്. ഏത് സന്ദീപ്? നീ മനസ്സിലാകും പോലെ പറ. അന്ന് ഫൈറ്റ് മാസ്റ്റർ ബാലൻ പരിചയപ്പെടുത്തിയ സന്ദീപിനെ നീ ഓർക്കുന്നില്ലേ? ഷികയുടെ കാര്യത്തിന് വേണ്ടി പിറ്റേന്ന് പത്രത്തിൽ വന്ന വാർത്ത നീ ഓർക്കുന്നില്ലേ? അയാളാണോ സരയുവിൻ്റെ ചേട്ടൻ? കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപ് തന്നിൽ നിറഞ്ഞ അതേ ഞെട്ടൽ തന്നെ അവനിലും മിഥുൻ കണ്ടിരുന്നു. ആ നിമിഷം അത് കാണും തോറും അവൻക്കെന്തോ വേദന തോന്നി. അതെ, നീ ഇതെങ്ങനെ അറിഞ്ഞു? ഞാൻ ഇന്നാണ് ഫോട്ടോ അവിടെ കണ്ടത്, അപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ട് നീ സരീവിനോടൊന്നും പറഞ്ഞില്ലേ? ഞാൻ എന്താടാ അവളോട് പറയുന്നത്? അവളോട് ഞാൻ പറഞ്ഞ അവൾ എങ്ങനെ എടുക്കുമെന്നാണ് എൻ്റെ ടെൻഷൻ. എല്ലാം ഞാൻ കാരണമാണെന്നും അവളുടെ ഏട്ടൻ മരിക്കാൻ കാരണം ഞാനാണ് എന്നും ആ കുടുംബത്തെ അനാഥമാക്കാൻ ഹേതുവായത് ഞാനാണെന്നും ഒന്നും മനഃപൂർവ്വമല്ലല്ലോ, സംഭവിച്ചു പോയതല്ലേടാ. ഞാൻ എങ്ങനെ അവളെ മൂത്തു നോക്കി അത് പറയും? മാത്രമല്ല, അയാളെ നമ്മൾ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. അയാളുടെ ആവശ്യമായിരുന്നു അത്. ഒരു വട്ടം പോലും നമ്മൾ അതിനു വേണ്ടി അയാളെ നമ്മൾ നിർബന്ധിച്ചില്ല. പിന്നെ നമ്മളെങ്ങനെ തെറ്റുകാരാകുന്നത്? അയാളെക്കുറിച്ചൊന്നും നമുക്കറിയില്ലായിരുന്നു. സനൂപ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ പറയുക? ഇനി ഞാൻ ധൈര്യം സംഭരിച്ച് ഇതൊക്കെ പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ. ഇതൊക്കെ അംഗീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ജീവന അവൾക്ക് അവളുടെ ഏട്ടൻ. അതെനിക്ക് ഓരോ വാക്കിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ ഏട്ടൻ്റെ മരണം ഞാൻ കാരണമാണ് സംഭവിച്ചതെന്ന് അവൾ അറിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ നിന്നും അവൾ അകന്നു പോകും.
മിഥുന് പൊട്ടിക്കരഞ്ഞു. ആ കണ്ണുനീര് സനൂപിന് കാണിച്ചു കൊടുത്തു. അവൻ്റെ പ്രിയപ്പെട്ടവളെ നഷ്ടമാകരുത് എന്ന് മാത്രമാണ് അവനപ്പോൾ ചിന്തിച്ചിരുന്നത് എന്ന് സനൂപിന് മനസ്സിലായിരുന്നു. നീ ഒന്ന് സമാധാനപ്പെടും മിഥുനെ, അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം, ഇതൊന്നും സരയുവിന് അറിയില്ലല്ലോ. നമുക്ക് രണ്ടുപേർക്കുമല്ലാതെ മറ്റാർക്കും ഇതൊന്നും അറിയില്ല. സരയു ഇതറിയാൻ പോകുന്നില്ല. പിന്നെന്താണ് പ്രശ്നം? അത് സത്യമായിരിക്കാം, പക്ഷേ അത് ഞാൻ അവളോട് ചെയ്യുന്നൊരു തെറ്റ് തന്നെയല്ലേടാ. അവളോട് ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് പറയേണ്ടതാ അത്യാവശ്യമല്ലേ വച്ചാ? ആരുടെയെങ്കിലും നാവിൽ നിന്ന് സരയു അതറിഞ്ഞ ഞാൻ കുറ്റക്കാരനാവില്ലേ? അവൻ തലകുടഞ്ഞു. മറ്റാരുടെയെങ്കിലും എന്ന് പറഞ്ഞാൽ ഇത് നിന്നെ കൂടാതെ അറിയാവുന്നത് എനിക്ക് മാത്രമാണ്. ഞാനും സരയുവിനോട് പറയുമെന്ന് നിനക്ക് സംശയമുണ്ടോ? നിനക്ക് മാത്രമല്ല സനൂപ് ഇതറിയാവുന്നത്, ഭരത് മാസ്റ്റർക്ക് അറിയാമല്ലോ. അയാളിപ്പോൾ ചെന്നൈയിലല്ലേ? അതിനെന്താ? അവിടുന്ന് നിന്റെ ഭാര്യയോട് ഇത് പറയാൻ വേണ്ടി അയാൾ ഇവിടേക്ക് വരില്ല. ഏതെങ്കിലും വിധത്തിൽ അവൾ അറിഞ്ഞാലോ? കൊച്ചുകുട്ടികളെ പോലെ അവൻ ചോദിച്ചു. ഇനി അറിഞ്ഞാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ലടാ. സരയുവിൻ്റെ സ്നേഹത്തിൽ നിനക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നീ പേടിക്കാതിരിക്കുക. ഇന്ന് തന്നെ നീ എല്ലാം സരയുവിനോട് തുറന്നു പറയുക. എനിക്കറിയില്ല അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നെന്ന്. അവൾ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിന്നെ വിട്ടു പോകില്ല. ചിലപ്പോൾ 1-2 ദിവസം തെറ്റിയെന്നിരിക്കും, അല്ലാതെ പൂർണ്ണമായും നിന്നിൽ നിന്നും അവൾ ഒരു യാത്രയ്ക്ക് ഒരുങ്ങില്ല. ആ ചെറിയ അകലം പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല സനൂപ്, മിഥുൻ തകർന്ന പോലെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ തൽക്കാലം ഇക്കാര്യത്തെപ്പറ്റി സരയുവിനോട് പറയണ്ട. എന്നാൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അവൾ ഒന്നും അറിയാൻ പോകുന്നില്ല. ഇനി അവൾ അറിയേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അപ്പം നമുക്കതിനെപ്പറ്റി വിശദമായി ആലോചിക്കാം. ഇപ്പോൾ നീ ഈ കാര്യമോർത്ത് ടെൻഷൻ അടിച്ച് യാതൊരു കാര്യവുമില്ല. ആവും വിധം ഒക്കെ അവൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. എങ്കിലും എനിക്കൊരു സമാധാനവും ഇല്ലടാ. എന്തോ കള്ളത്തരം ചെയ്യുന്നത് പോലെ അവളോടൊക്കെ ഒളിപ്പിച്ചു വെക്കും തോറും എൻ്റെ മനസ്സ് വല്ലാതെ ഒരു വലിയ കള്ളത്തിൻ്റെ ഗോപുരം അവൾക്ക് മുൻപിൽ ഞാൻ സൃഷ്ടിക്കുന്നത് പോലെ. അവളോടൊന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ല ഇതുവരെ. എൻ്റെ എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം. ഷികയുടെ കാര്യങ്ങൾ പോലും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാനും ഷികയും അകലാനുള്ള കാരണം വരെ. മിഥുനെ, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പറ്റില്ല. അത് എത്ര സ്നേഹമുള്ളവരാണെങ്കിലും നമുക്ക് മാത്രം അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ നമുക്കുള്ളിലുണ്ടാകും. അതുപോലെ ഇത് കരുതിയാൽ മതി. ഒരിക്കലും നമ്മൾ പൂർണ്ണമായും മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പാടില്ല. അതിനാർക്കും സാധിക്കില്ല. എല്ലാ കാര്യങ്ങളും സരയുവിനോട് തുറന്നു പറഞ്ഞു. എന്നിട്ട് സരയുവിൻ്റെ സഹോദരനാണെന്ന് അറിഞ്ഞിട്ട് പോലും ഈ കാര്യത്തെക്കുറിച്ച് സരയുവിനോട് ഒരിക്കലും നീ സംസാരിച്ചിട്ടുണ്ടോ? അതിന് കാരണം എന്താ? അവൾക്ക് മുൻപിൽ മോശക്കാരനാകുമോ എന്ന നിന്റെ ഭയം. അതുകൊണ്ടല്ലേ? എല്ലാവരും അങ്ങനെയാണ്. നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് സാധാരണ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ സ്നേഹിക്കുന്നവരോട് പറയൂ, അല്ലാതെ ഒന്നും പറയില്ല. നമ്മളെക്കുറിച്ചുള്ള മോശം കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരോട് പങ്കുവെക്കില്ല. അതാരുടെയും കുഴപ്പമില്ല. നീ എന്താ പറഞ്ഞു വരുന്നത്? സനുവിനെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ സഹതാപം ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞുവെന്നോ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഇല്ലാത്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ട നീ. കൂടുതൽ ബോധേടാവണ്ട. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഏതായാലും ഇപ്പം നീ തൽക്കാലം സമാധാനമായിരിക്കൂ. സരയു അറിയാനുള്ള യാതൊരു മാർഗങ്ങളും ഇല്ല. അതോർത്തിരുന്നാൽ മതി. വേറൊന്നും നീ ഓർക്കണ്ട. ഇനി അവൾ അറിയുകയാണെങ്കിൽ നമുക്കതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാടാ. ഇത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നവൾ ഒരിക്കലും ഈ കാര്യത്തിൻ്റെ പേരിൽ നിന്നിൽ നിന്ന് അകലില്ല. അവൾ അകലില്ല എന്ന് മറ്റാരെക്കാളും എനിക്ക് ഉറപ്പാണ്. നിന്നോടൊരു സ്നേഹവുമില്ലാത്ത കാലത്ത് പോലും നീയല്ലാതെ മറ്റൊരു പുരുഷൻ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് സരയു. അത്രയ്ക്ക് പാവമാണ് അവള്. അങ്ങനെയുള്ളൊരു പെൺകുട്ടി മനസ്സ് തന്ന് നിന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിന്നിൽ നിന്ന് അകന്നു പോകില്ല, സനൂപ് പറഞ്ഞു. അവൾ അകന്നു പോകില്ലെന്ന് എനിക്ക് ഉറപ്പാ. ജീവന് തുല്യം സ്നേഹിച്ചവൾക്ക് ആ സ്നേഹത്തിൽ ഒരു കളങ്കവും അനുഭവപ്പെടില്ല, മിഥുൻ സങ്കടത്തോടെ പറഞ്ഞു. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ സരയു അറിഞ്ഞാലല്ലേ. അതുകൊണ്ട് നീ സമാധാനമായിട്ട് ഇരിക്കുക. ഇപ്പോൾ ഒന്നും മറിഞ്ഞ ഭാവം കാണിക്കേണ്ട. ഭാവമാറ്റം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് സ്നേഹിക്കുന്ന ആളുടെ മുഖം ഒന്ന് മാറിയാൽ അവർക്ക് മനസ്സിലാകും. അവരുടെ ഒരു മൂളലിൽ കൂടി പോലും നമുക്ക് മനസ്സിലാകും. അതേടാ, രാവിലെ എന്നോട് ചോദിച്ചു എന്താ കണ്ണേട്ടിന് പറ്റിയതെന്ന്. അതാ പറഞ്ഞത്. ഇനി അവൾക്ക് മുൻപിൽ പോകുമ്പോൾ എല്ലാ വിഷമങ്ങളും മാറ്റി ആ പഴയ മിഥുനായി വേണം ചെല്ലാൻ. സനൂപ് മനസ്സിൽ വിഷമമുണ്ടെങ്കിലും പുറത്ത് കാണിക്കാതെ പറഞ്ഞു. അവൾക്ക് യാതൊരു സംശയത്തിനും ഇട കൊടുക്കേണ്ട. സന്തോഷിക്കേണ്ട സമയമാണിത്. നഷ്ടമായ ജീവിതം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ചേമ്പിലെ തുമ്പിലെ വെള്ളം പോലെ ഊർന്നുപോയ ജീവിതം തിരിച്ചു പോകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ആ ജീവിതം നീ പൊന്നുപോലെ സൂക്ഷിക്കണം.
നിന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത ആശ്വാസം. അവളെ വീട്ടിൽ ഒറ്റക്കാക്കിയാണ് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നത്. എന്നാൽ ഞാൻ പോട്ടെ. അവൻ്റെ വാക്കുകളിൽ ആവേശം നിറഞ്ഞിരുന്നു. അത് സനൂപിന് മനസ്സിലായി. എത്രത്തോളം സരയുവിനെ അവൻ സ്നേഹിക്കുന്നുണ്ടെന്ന് ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് തന്നെ വ്യക്തമായി സനൂപിന് മനസ്സിലായിരുന്നു. അവൾ പോകുന്നതല്ല, അവളുടെ സ്നേഹത്തിൻ്റെ അളവ് കുറയുമെന്ന ഭയമാണ് അവൻക്കുള്ളതെന്ന് മനസ്സിലായി. അത്രത്തോളം അവളുടെ സ്നേഹത്തിൽ അവൻ സ്വാർത്ഥനാണ്. ഇരുവരും തമ്മിൽ നന്നായി ജീവിക്കണമെന്ന് തന്നെയാണ് മനസ്സിൽ ആഗ്രഹിച്ചത്. നല്ല സുഹൃത്ത് എന്ന നിലയിൽ അത് മാത്രമേ അപ്പോൾ സനൂപിന് സാധിക്കുമായിരുന്നുള്ളൂ. ഉള്ളിൽ നാമിട്ട മോഹത്തെ മിഥുന്റെ വെളിപ്പെടുത്തലോടെ തന്നെ നുള്ളിക്കളഞ്ഞിരുന്നു. എങ്കിലും പിന്നീട് പ്രാർത്ഥിച്ചത് മുഴുവൻ അവർക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം നൽകണമെന്നായിരുന്നു. ഒരുപാട് വേദനകൾ സഹിച്ച് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. താനടക്കമുള്ള സുഹൃത്തുക്കൾക്കെന്നും അവനൊരു സഹായമായിരുന്നു. സ്വന്തം ജീവിതം പോലും നോക്കാതെ എല്ലാവരെയും സഹായിച്ചിട്ടുള്ളവൻ. തിരികെ വീട്ടിലേക്ക് ചെന്നപ്പോഴും അരുന്ധതിയോട് സംസാരിച്ചതിനു ശേഷം മിഥുനെ തന്നെ കാത്തിരിക്കുകയായിരുന്നു സരയു. അവൻ മുറിയിലെത്തിയതും പരിഭവത്തോടെ ഇരിക്കുന്നവളുടെ മുഖമാണ് അവനെ വരവേറ്റത്. അവളുടെ മുഖത്തേക്ക് നോക്കാൻ കുറ്റബോധം തന്നെ അനുവദിക്കുന്നില്ലെന്ന് അവന് തോന്നിയിരുന്നു. എങ്കിലും വരുത്തി തീർത്തൊരു ചിരിയോടെ അവൻ അവർക്കരിയിലേക്ക് നടന്നവൻ. എവിടെ പോയതാ കണ്ണേട്ടൻ? ഞാൻ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. എന്തൊക്കെയോ മാറ്റം വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തെങ്കിലും ടെൻഷനുണ്ടോ? എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറ. കണ്ണേട്ടൻ മൂടിക്കെട്ടിയിരിക്കുന്നത് കണ്ടിട്ട് എനിക്കൊരു സന്തോഷവുമില്ല. സരയു ടെൻഷനോടെയാണ് അവനോട് പറഞ്ഞത്. ഒന്നുമില്ലടാ, ഞാൻ പറഞ്ഞില്ലേ, ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് തിരക്ക്. ഇടയ്ക്ക് സെറ്റിൽ വെച്ചൊരു ആർട്ടിസ്റ്റിന് ചെറിയ അപകടം പറ്റിയിരുന്നു. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോയത്. ഇപ്പോൾ ഞാൻ ഓക്കെയാണ്. അതാണോ കുഴപ്പം? ഞാൻ വിചാരിച്ചു വന്നിട്ട് കണ്ണേട്ടൻ എന്നോട് അധികമൊന്നും സംസാരിച്ചില്ലല്ലോ. ഇനി അങ്ങോട്ട് നിന്നോടല്ലേ സംസാരിക്കാൻ പോകുന്നത്. ഈ രാത്രി എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. അവളുടെ മുഖം തൻ്റെ കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് പ്രണയത്തോടെ അവൻ പറഞ്ഞു. ഒരു രാത്രി മാത്രമേ ഉള്ളൂ. ഒരു കുസൃതിയോടെ അവൾ ചോദിച്ചു. പോരെ? പോരാ, പിന്നെന്തു വേണം? അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് മിഥുൻ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. 1000 രാത്രിയും പകലും എനിക്ക് വേണം. കണ്ണേട്ടനിങ്ങനെ നോക്കിയിരിക്കുവാൻ വേണ്ടി മാത്രം. ഏറെ പ്രണയത്തോടെ അത് പറഞ്ഞ് തൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞവളെ ഒരു കൈയാൽ അവൻ തഴുകി. കണ്ണേട്ട. ഏറെ പ്രണയത്തോടെ ഒരു വിളി. അതിലവനൊന്ന് പുഞ്ചിരിച്ചു. എന്തോ ഒരു നിസ്വനം പോലെ മറുപടി. എനിക്ക് സ്നേഹിക്കപ്പെടാൻ തോന്നുന്നു, ആർദ്രമായി അവൾ പറഞ്ഞു. എനിക്കും. കൊഞ്ചി അവന് മറുപടി കൊടുത്തു. അവളുടെ മുടി വകഞ്ഞു മാറ്റി ആ കഴുത്തിലേക്ക് ചുംബനമേകാൻ തുടങ്ങിയ നിമിഷം അവൻ്റെ കാതിലൊരു നിസ്സഹനായി ചെറുപ്പക്കാരൻ്റെ ജീവന് വേണ്ടിയുള്ള ശബ്ദം അലയടിച്ചു. പെട്ടെന്നവൻ അവളിൽ നിന്ന് മുഖം മാറ്റി. ഒരു നിമിഷം തൻ്റെ ചുംബനമേൽക്കാൻ വേണ്ടി ഒരു മുല്ലമൊട്ട് വിരിയും പോലെ തലകുനിച്ചവളെ കണ്ട് അവന് വേദനയും തോന്നിയിരുന്നു. പെട്ടെന്ന് അവൻ സനൂപ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തു. ഇല്ല, താനൊന്നും അവളുടെ മുൻപിൽ മറച്ചു വെക്കുന്നില്ല. തൻ്റെ ഓരോ ഭാവമാറ്റത്തിൽ നിന്നും അവൾക്ക് സത്യം അറിഞ്ഞേക്കാം. അതിനുള്ള ഇട കൊടുക്കരുത്. സനൂപ് പറഞ്ഞതുപോലെ നിലവിൽ അവളൊന്നും അറിയാനുള്ള സാധ്യത ഇതുവരെ മുൻപിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതലായി ഈ കാര്യത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല, അവൻ സ്വയം പറഞ്ഞ് മനസ്സിലാക്കി. തൻ്റെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട് എന്തോ ചിന്തിച്ചുകൊണ്ടിരുന്നവനെ കണ്ട് ഒരു നിമിഷം അവൾക്കും അത്ഭുതം തോന്നിയിരുന്നു. കണ്ണേട്ട, എന്തു പറ്റി? അവനെ തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു അവൾ. ആ നിമിഷമാണ് അവൻ ബോധത്തിലേക്ക് വന്നത്. എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൻ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി. അവൻ എന്തോ കാര്യമായ മാനസിക വിഷമമുണ്ടെന്ന് അവൾക്കും തോന്നിയിരുന്നു. എന്തു പറ്റി? അവളുടെ ചോദ്യത്തിൽ തന്നെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു ആ നിമിഷം. അയ്യോ, എന്താ കണ്ണേട്ടാ? പെട്ടെന്നവൾ അവൻ്റെ മുഖം കൈക്കുമ്പിളിൽ ചേർത്ത് പിടിച്ച് ചോദിച്ചു. ഒന്നുമില്ല, ഭയങ്കര തലവേദന. പെട്ടെന്ന് കണ്ണുകൾ ഒളിപ്പിച്ച് അവൻ പറഞ്ഞു. അതിനാണോ കണ്ണേട്ടൻ കരഞ്ഞത്? അവൾ വിഷമത്തോട് ചോദിച്ചു. ഞാൻ കരഞ്ഞില്ലല്ലോ. തലവേദന കൂടിയപ്പോൾ എനിക്ക് കണ്ണിൽ കൂടി വെള്ളം വന്നതാ, അല്ലാതെ കരഞ്ഞതൊന്നുമല്ല. സമൃദ്ധമായ ഒരു കള്ളം അവൻ പറഞ്ഞു. എങ്കിലൊരു കാര്യം ചെയ്യും, കണ്ണേട്ടൻ ഇവിടെ എൻ്റെ മടിയിലേക്ക് കിടക്ക്, ഞാൻ പാമിട്ട് തരാം. അവളുടെ ഒരു തലോടൽ ആ നിമിഷം അവനും ആശിച്ചു പോയിരുന്നു. അതുകൊണ്ട് തന്നെ മറുത്തൊന്നും പറയാതെ അവളുടെ മടിത്തട്ടിൽ അവൻ അഭയം തേടി. കമിഴ്ന്നു കിടന്ന് അവളുടെ വയറിൽ ചുംബനം നൽകിയപ്പോഴും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഒന്നും മനസ്സിലാവാതെ അവൾ വാമിട്ട് അവൻ്റെ നെറ്റിയിൽ മൃദുവായി തലോടി. അതിനിടയിൽ മുടിയിഴകളിൽ തഴുകുവാനും അവൾ മറന്നില്ല. ആ നിമിഷം അവളുടെ മടിത്തട്ട് അവൻ്റെ അഭയസ്ഥാനമായിരുന്നു. ഒരു അമ്മയുടെ വാത്സല്യത്തോടെ മൃദുലമായി അവൻ വാത്സല്യം പകർന്നു നൽകിക്കൊണ്ടിരുന്നു അവൾ.
അവളുടെ സ്നേഹലാളനങ്ങളുടെ തഴുകലിൽ എപ്പോഴും സ്വയം മറന്നവൻ നിദ്രയെ പുൽകി. കുറെ സമയം മനസ്സിൽ നിറഞ്ഞു നിന്ന പല പ്രശ്നങ്ങളും അവധി കൊടുത്തുകൊണ്ട് മനോഹരമായൊരു നിദ്ര അവനെ തേടി വന്നിരുന്നു. അവനെ ഉണർത്താതെ ഒരു കൊച്ചു കുഞ്ഞിന് നൽകുന്ന ശ്രദ്ധയോടെ പതിയെ കട്ടിലേക്ക് കിടത്തി. അതിനുശേഷം ഒരിക്കൽ കൂടി അവൾ അവനെ തഴുകി. അവന് നല്ല ക്ഷീണമുണ്ട് എന്ന് ആ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആ നിഷ്കളങ്ക മുഖം കണ്ടപ്പോൾ വീണ്ടും വാത്സല്യമാണ് അവളിൽ ഉണർന്നത്. ഒരു ചുംബനം നൽകി ആ മുടിയിഴകളിലൊക്കെ നന്നായി മാടിയൊതുക്കി അവൻ്റെ കാലിൽ കിടന്ന ഷൂസും ഷോക്സും അഴിച്ചു മാറ്റി. കുറച്ചു സമയം ഉറങ്ങട്ടെ എന്ന് അവൾക്കും തോന്നിയിരുന്നു. അവൻ്റെ മനസ്സിൽ ആരോടും പറയാൻ പറ്റാത്ത എന്തൊരു വേദന കിടക്കുന്നുണ്ട്. തന്നോട് പറയാൻ സാധിക്കാത്തൊരു വേദനയാണ്. ഇല്ലെങ്കിൽ അവൻ താനുമായി പങ്കുചേർന്നേനെ എന്നവൾക്ക് ഉറപ്പായിരുന്നു. തന്നോട് പറയാത്ത പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ അവനില്ല എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ അറിയേണ്ട വിഷമമായിരിക്കില്ല എന്നും ജോലി സംബന്ധമായ എന്തോ വേദനയാണ് അവനെ അലട്ടുന്നതെന്നും അവൾ അനുമാനിച്ചിരുന്നു. ഇതൊക്കെ ഓർത്ത് അവൾ ആശ്വസിക്കുകയായിരുന്നു. തനിക്ക് തന്നെ സ്വയം നഷ്ടപ്പെട്ടതുപോലെയാണ് സനൂപിന് തോന്നിയത്. സ്വയം മറന്നിരുന്നവൻ മദ്യപിക്കുകയായിരുന്നു. നഷ്ടങ്ങളുടെ പട്ടിക പൂർണ്ണമായി എന്ന് അവന് മനസ്സിലായിരുന്നു. എന്തോ വല്ലാത്തൊരു വേദന. അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ തന്നെ മരിച്ചപ്പോൾ ആരുമില്ലാതെയായി അനാഥാലയത്തിലെത്തി. പൊതുവെ ഉൾവലിഞ്ഞ തനിക്ക് മിഥുന് മാത്രമായിരുന്നു സുഹൃത്തായി ഉണ്ടായിരുന്നത്. ആ സൗഹൃദം ഒരു മികച്ച സൗഹൃദം തന്നെയായിരുന്നു. സൗഹൃദത്തെക്കാൾ ഉപരി ഒരു സാഹോദര്യമായിരുന്നു അവനിൽ കണ്ടത്. വളരെ അപരിചിതനായാണ് മിഥുനുമായി ആദ്യമായി പരിചയപ്പെടുന്നത്. ചെന്നൈ നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ സിനിമാ മോഹമായി എത്തിയ ഒരു പയ്യൻ. അത് മാത്രമായിരുന്നു അന്നവൻ. പിന്നീട് പതുക്കെ അവൻ്റെ വളർച്ച വർദ്ധിക്കും തോറും അവൻ്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വന്നില്ല. ആദ്യമായി താൻ കണ്ടപ്പോൾ ചാൻസ് ചോദിക്കാനെത്തിയ ആ പയ്യൻ തന്നെയായിരുന്നു പിന്നീട് അവനും. ഒരിക്കലും അവൻ്റെ സ്വഭാവങ്ങളിൽ മാറ്റം വന്നില്ല. മനസ്സ് തുറന്ന് അവൻ തന്നെ സ്നേഹിച്ചിരുന്നു എന്നോർത്തു. ഒരു സഹോദരൻ്റെ സ്ഥാനം നൽകി. ചെറുപ്പത്തിൽ അനുഭവിച്ച വേദനകളെക്കുറിച്ചും തൻ്റെ മനസ്സിലൊരു ചെപ്പിലടച്ച് സൂക്ഷിച്ച പ്രണയത്തെക്കുറിച്ചുമൊക്കെ വാചാലനായി അവൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയതും താനായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ പ്രണയനഷ്ടം എത്രത്തോളം ഭീകരമായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവന് വീണ്ടും ഒരു ജീവിതം ഉണ്ടായി കാണണമെന്ന് ആഗ്രഹിച്ചത്. ഒരുപക്ഷെ തൻ്റെ അച്ഛനും അമ്മയ്ക്കും ശേഷം തൻ്റെ സ്വന്തം എന്നൊക്കെ തനിക്ക് പറയാൻ സാധിക്കുന്ന വ്യക്തി എന്നത് മിഥുൻ തന്നെയായിരുന്നു. മിഥുനു വേണ്ടി സരയുവിനെ കാണുവാൻ പോയപ്പോഴും ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഇവർ സ്നേഹിച്ചിരുന്നുവെങ്കിലെന്ന്, നല്ലൊരു ജീവിതം അവന് ലഭിച്ചിരുന്നെങ്കിലെന്ന്. പലവട്ടം അവളെപ്പറ്റി പറയുമ്പോഴും അവൻ കോപത്താൽ നിറയുമ്പോൾ ആ നിസ്സഹായയായ പെൺകുട്ടിയുടെ മുഖം മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. ഒരു വർഷത്തേക്ക് കരാർ തീർന്നു തിരികെ പോകുമ്പോൾ അവൾക്ക് വിവാഹം എന്നൊരു സ്വപ്നം ഉണ്ടായിരിക്കില്ലെന്ന് ഉറപ്പായിരുന്നു. എങ്കിലും അവളോട് തൻ്റെ പ്രണയം പറഞ്ഞ് ചേർത്ത് പിടിക്കണമെന്ന് തോന്നി. പ്രണയത്തിലും ഉപരി ജീവിതത്തിൽ അവൾ ഒറ്റപ്പെടരുത് എന്ന ആഗ്രഹമാണ് അപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിച്ചു വന്നവനായിരുന്നു താന്. മിഥുൻ ഉപേക്ഷിക്കുമ്പോൾ അവളോട് താൻ ഉണ്ടെന്ന് പറയണമെന്ന് ആഗ്രഹിച്ചു. ഒരു ചെറിയ മോഹമായി വളർന്നത് പിന്നീട് പടർന്ന് പന്തലിക്കുകയായിരുന്നു. തൻ്റെ മനസ്സിൽ രാത്രികളിലെ സ്വപ്നങ്ങളിൽ നായികയായി അവൾ എത്തിയിരുന്നു. ആരൊക്കെയോ ഉണ്ടെന്നൊരു തോന്നൽ അവൾ തോന്നിപ്പിച്ചു. പിന്നീട് ഒരിക്കൽ മിഥുനല്ലാതെ മറ്റൊരാളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് അവൾ തുറന്നു പറഞ്ഞ ദിവസം സ്വപ്നങ്ങൾക്ക് ചെറിയൊരു മങ്ങലേറ്റിരുന്നു. പിന്നീട് മിഥുൻ്റെ തുറന്നു പറച്ചിൽ കൂടിയായപ്പോൾ അത് പൂർണ്ണമായി. എങ്കിലും ആത്മാർത്ഥമായി അവർക്ക് നല്ല ജീവിതം ലഭിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എങ്കിലും ഓർമ്മകൾക്ക് മരണമില്ല. പ്രണയനഷ്ടം അത് ചെറുതാണേലും വലുതാണേലും വേദന ഒരുപോലെ തീവ്രമാണല്ലോ. ഒരാളിൽ സ്നേഹിക്കാൻ മറ്റൊരാളുടെ അനുവാദം വേണ്ട എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ മറക്കണമെന്നുണ്ടെങ്കിൽ അതിന് കടമ്പകൾ ഏറെയാണ്. വീണ്ടും മദ്യക്കുപ്പികൾ കാലിയായി തുടങ്ങി. പെട്ടെന്നാണ് മുറ്റത്തൊരു വാഹനത്തിൻ്റെ ഇരമ്പൽ അവൻ കേട്ടത്. പെട്ടെന്ന് അവൻ പുറത്തേക്ക് നോക്കി. കോളിംഗ് ബെൽ അടിച്ചതും വാതിൽ തുറന്നു നോക്കിയപ്പോൾ മുൻപിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ട് അവനൊന്ന് ഞെട്ടി. കാലുകൾ പോലും ശരിക്കുറയ്ക്കാതെയാണ് അവൻ വാതിൽ തുറന്നു നിന്നത്. അവളുടെ മുഖത്തേക്ക് ഒരു നിമിഷം സൂക്ഷിച്ചു നോക്കിയിരുന്നു. ഷിക, എന്താ ഈ സമയത്ത് താൻ? കുഴഞ്ഞ വാക്കുകൾ എന്ന രീതിയിലാണ് അവൻ അവളോടായി ചോദിച്ചത്. ഞാൻ എത്തിയ സമയം തീരെ ശരിയല്ലെന്ന് തോന്നുന്നു. സനു നല്ല ഫോമിലാണല്ലോ. പ്രത്യേകമായ വശ്യത നിറഞ്ഞ ചിരിയോടെ ഷിക പറഞ്ഞു. അതെ, ഞാനിപ്പോൾ ഓക്കെ അല്ല. എന്താണെങ്കിലും നാളെ കാലത്ത് വന്നാൽ മതി. അപ്പോൾ നമുക്ക് സംസാരിക്കാം. നീ ഇപ്പോൾ പോവാൻ നോക്ക്. നോ സനു, ഞാൻ ഇന്ന് വൈകുന്നേരം പാരീസിലേക്ക് പോവാണ്. അതിനു മുൻപൊന്ന് കാണാൻ വേണ്ടി വന്നതാ, ഏറെ ഭവ്യതയോടെ പറഞ്ഞു. എന്താ ഇപ്പം എന്നെ കാണാനും മാത്രമുള്ള അത്യാവശ്യം നിങ്ങൾക്ക്? സനു വെളുത്തടിച്ചതുപോലെയാണ് അത് അവളോട് ചോദിച്ചത്. താല്പര്യമില്ലാതെ അവൻ്റെ ചോദ്യം കേട്ട് അവൾക്കൊന്ന് ദേഷ്യം വന്നു. ഫ്രാങ്കായി പറഞ്ഞ ഞാനും ഇതിനും തമ്മിലുള്ള പ്രശ്നം അറിയാലോ. എനിക്കും ഇതിനെ ഇപ്പോഴും ഇഷ്ടമാണ്.
അവൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെൺകുട്ടി വന്നു എന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോഴും. പരമാവധി സങ്കടത്തിൽ അവൾ പറഞ്ഞു. അതൊക്കെ നിങ്ങളുടെ കാര്യമാണ്, നിങ്ങൾ പരസ്പരം സംസാരിക്കേണ്ട കാര്യം. അതിലേക്ക് എന്തിനാ എന്നെ വഴിച്ചിടുന്നത്? എനിക്കറിയാം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് സനോപിനാണെന്ന് ശിഖ എന്തോർത്ത് പറഞ്ഞു. പണ്ടേ അങ്ങനെ ആയിരുന്നല്ലോ. എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നേക്കാൾ കൂടുതൽ എന്നും മിഥുന് ഇമ്പോർട്ടൻസ് തന്നിട്ടുള്ളത് സനോപിനായിരുന്നുവെന്ന്. അത് സത്യമായിരുന്നു. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് തന്നോടാണല്ലോ. മിഥുൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് വേണമെങ്കിൽ തന്നെ വിളിക്കാം. ശിഖ വന്ന കാര്യം പറഞ്ഞിട്ട് പോകൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വല്ലാത്ത ടയേർഡാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് കിടക്കണം, സമാധാനമായി കിടന്നുറങ്ങണം. അതിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ കഴിച്ചത്. സനൂപ് വല്ലായ്മയോട് അവളോട് പറഞ്ഞു. ഓ സോറി, ഒരുപാട് സമയം സനൂപിനെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നില്ല. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ പൊയ്ക്കോളാം. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം, എനിക്ക് മിഥുനെ വേണം സനൂപ്. എനിക്ക് അവനെ മറക്കാൻ കഴിയുന്നില്ല. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. മിഥുൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു നിൽക്കുന്ന അവൾക്ക് എന്താ കൊടുക്കേണ്ടത്? പണമാണോ അതോ സ്വർണമോ സ്ഥലമോ? അങ്ങനെ എന്തു വേണമെങ്കിലും ഞാൻ നൽകാം. പകരം എനിക്ക് മിഥുനെ തിരികെ തരണം. ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചിട്ടുണ്ട്. എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും മിഥുൻ സനൂപിനോട് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അല്പം ജാള്യതയോടെ ശിഖ പറഞ്ഞു. പറഞ്ഞിട്ടുണ്ട്, പറയുമ്പോൾ ഒന്നും വിചാരിക്കരുത്. സനൂപ് അവളെ നോക്കി പറഞ്ഞു. ഉള്ളിൽ കിടക്കുന്ന മദ്യത്തിൻ്റെ പുറത്ത് പറയുകയാണെന്നും കരുതരുത്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നത് അവൻ്റെ പെണ്ണിൻ്റെ മനസ്സിൻ്റെ പവിത്രതയാണ്. അതിനു മുൻപ് അവൾ എങ്ങനെയായാലും അവനോടുള്ള പ്രണയം തുടങ്ങിയതിനു ശേഷം, അല്ലെങ്കിൽ അവനെ സ്നേഹിച്ചു തുടങ്ങിയതിനു ശേഷം, അവൾ എങ്ങനെയാണോ അവളുടെ മനസ്സിനും ശരീരത്തിനും ഒരൊറ്റ അവകാശം മാത്രമേ ഉണ്ടാകാവൂ. ഓരോ സാധാരണ പുരുഷൻ്റെയും സ്വപ്നമാണത്. അതേ ഉണ്ടായിരുന്നുള്ളൂ മിഥുനും. അതാണ് നിങ്ങൾ തകർത്തത്. വിശ്വാസം നഷ്ടപ്പെട്ട ജീവിതത്തിൽ ഒരിക്കലും തിരികെ കിട്ടാത്ത ഒന്നാണത്. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ കിട്ടില്ല. അതിനുവേണ്ടി എത്ര പണം വാരിയെറിഞ്ഞിട്ടും യാതൊരു പ്രയോജനവുമില്ല. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം സനൂപ്. അതിൽ വിശദീകരണവും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി തന്നെയായിരുന്നു. ശിഖ സങ്കടം അഭിനയിച്ച് പറഞ്ഞു. ഈ ഇൻഡസ്ട്രിയിൽ ചെറിയ ചില അഡ്ജസ്റ്റ്മെൻറ്റ് അത് എല്ലാവരും ചെയ്യുന്നതാണെന്ന് സനൂപിന് അറിയാലോ. ഒട്ടുമിക്ക ആളുകൾക്കും അറിയുകയും ചെയ്യാം. ഒന്ന് സോപ്പിട്ട് കുളിച്ച കഴുകി പോകാവുന്ന ഒരു കറ. അതിനു പകരം എനിക്ക് ലഭിക്കുന്നത് ബോളിവുഡിലേക്ക് ഒരു ചാൻസ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ കരിയറിനാണ് പ്രാധാന്യം കൊടുത്തത്. എനിക്ക് ബോളിവുഡിലെത്താൻ പറ്റിയാൽ എനിക്ക് പതുക്കെ മിഥുനെ അവിടേക്ക് കൊണ്ടുപോകാമെന്ന് കരുതി. ഛേ! സനൂപ് അത് കേട്ട് മുഖം വെട്ടിച്ചു. നാണമില്ല ശിഖെ നിനക്ക് എന്നോടിത് പറയാൻ. ലൈം ലൈറ്റിനും അപ്പുറം ഒരു ജീവിതമുണ്ട്. അവിടെ ഏതൊരു മനുഷ്യനും പച്ചയായ വ്യക്തിയാണ്. മിഥുനും അങ്ങനെ തന്നെയാണ്. വിവാഹം കഴിച്ച പെണ്ണായിരുന്നു നീ. അത് നീ മറന്നില്ലേ ആ സമയം? അതും വിവാഹം കഴിച്ച അന്ന് തന്നെ, ആ രാത്രിയിൽ തന്നെ. നിനക്ക് കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അവൻ്റെ വാക്കുകൾ കേട്ട് ദേഷ്യം തോന്നിയെങ്കിലും അവൾ പരമാവധി നിയന്ത്രിച്ചിരുന്നു. ആ ചെയ്ത തെറ്റിന് കാല് പിടിച്ച് മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ് സനൂപ്. അവൾ വീണ്ടും വിനയം അഭിനയിച്ചു. ശിഖ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. നിങ്ങൾ തമ്മിലുള്ള ജീവിതം അവസാനിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. മിഥുന് വേറൊരു ലൈഫിലേക്ക് പോയിട്ടുണ്ട്. അത് നീ ഓർക്കണം. അത് മറന്നാണ് നീ സംസാരിക്കുന്നത്. ഇനി അവനെ സ്വസ്ഥമായിട്ട് അവൻ്റെ ജീവിതത്തിലേക്ക് വിട്ടേക്കൂ. എന്തിനാണ് ഇങ്ങനെ പിറകെ നടന്ന് ശല്യപ്പെടുത്തുന്നത്? ഇന്ന് കൈനിറയെ സിനിമകളുമായി നല്ലൊരു കരിയർ തന്നെയാണ് താനും. തനിക്ക് നല്ലൊരു പാർട്ട്ണറെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ജീവിതം പോയിട്ടൊന്നുമില്ല. സ്റ്റാറ്റസൊക്കെ മാറ്റിവെച്ച് ഒരു സാധാരണ പെൺകുട്ടിയായി മുന്നോട്ടുള്ള ജീവിതം ജീവിക്കുക. സനൂപ് എന്തൊക്കെ പറഞ്ഞാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മിഥുനെ സ്വന്തമാക്കാൻ ഞാൻ എനിക്ക് പറ്റുന്ന മാർഗങ്ങളൊക്കെ സ്വീകരിക്കും. ശിഖ വാശിയോടെയാണ് അത് പറഞ്ഞിരുന്നത്. അവളെ കൊല്ലേണ്ടി വന്നാലും ഞാൻ തയ്യാറാകും. വാശിയോടെ ശിഖ പറഞ്ഞു തീരുന്നതിന് മുൻപ് ശിഖയുടെ കവിളിൽ അവൻ്റെ കൈ പതിഞ്ഞു. ഇതിനു മാത്രം എന്ത് തെറ്റാടി അവൾ നിന്നോട് ചെയ്തത്? അവൻ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, കല്യാണം കഴിച്ച് കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, അത് അവളോട് അവൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ പ്രായശ്ചിത്തം മാത്രമാണ്. അവളുടെയും അവളുടെ കുടുംബത്തെയും തകർക്കാൻ കാരണം നീയാണ്. നീ ഒറ്റൊരുതി കാരണമാണ് അവൻ ഇന്നും വേദനിക്കുന്നത്. അത് മറക്കണ്ട നീ. അവളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയതിൻ്റെ കാരണം നീയാണ്. അവൾ അവനൊപ്പം വന്ന് ഭാര്യയായി ജീവിക്കേണ്ടി വന്നത് നീ കാരണമാണ്. ഇതിനെല്ലാം കാരണക്കാരി നീ മാത്രമാണ്. എന്നിട്ട് നിനക്ക് അവളെ കൊല്ലണം അല്ലേടി പന്ന മോളെ? സനൂപിൽ നിന്ന് വിറക്കുകയായിരുന്നു. നിന്റെയും അവൻ്റെയും കൂടെ വാശിക്ക് നഷ്ടമായത് ഒരു പാവം ചെറുപ്പക്കാരൻ്റെ ജീവനാണ്. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ആശ്രയമായിരുന്നു ഒരു ചെറുപ്പക്കാരൻ. സനൂപ് സ്വയം നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. സനൂപിന് പിന്നീട് അവൻ പറയുന്ന ഓരോ വാചകങ്ങളും
ഷികയിൽ അത്ഭുതവും അതോടൊപ്പം ഒരു പ്രതീക്ഷയുടെ നാളവും തെളിഞ്ഞിരുന്നു. അവളിൽ സന്തോഷം നിറഞ്ഞു. സനൂപിന്റെ നാവിൽ നിന്ന് വന്ന ഓരോ വാർത്തയ്ക്കും മറുപടിയൊന്നും പറയാതെ അവൾ നിന്നു. അവൻ വാതിൽ വള്ളിച്ചടിച്ച് അകത്തേക്ക് കയറി. സെറ്റിയിലേക്ക് ചെന്നിരുന്നതും അവൻ സെറ്റിയിലേക്ക് ബോധരഹിതനായി വീണുറങ്ങിപ്പോയിരുന്നു. ആ നിമിഷം മനസ്സിൽ കണക്കൂട്ടലുകൾ നടത്തുകയായിരുന്നു. തനിക്ക് ആവശ്യമുള്ളത് ലഭിച്ചുവെന്ന് അവൾക്ക് തോന്നിയിരുന്നു. മനസ്സ് നിറഞ്ഞാണ് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാറിലേക്ക് കയറുമ്പോൾ അവൾ ഫോൺ എടുത്ത് മാനേജറുടെ നമ്പർ ഡയൽ ചെയ്തു. ഈ സമയത്ത് അവളുടെ ഫോൺ കണ്ട് അയാളും ഒന്ന് അമ്പരന്നിരുന്നു. എന്താ മേഡം? ഏറെ ഭവ്യതയോടെ അയാൾ ചോദിച്ചു. പാരീസിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തേക്ക്. എനിക്കിവിടെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇനി ബാക്കിയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി ചെയ്യണം. മമ്മിയെ വിളിച്ച് പറയണം, അത് മറക്കരുത്. ഞാനും ഇതിനും തമ്മിലുള്ള കല്യാണം 1 മാസത്തിനുള്ളിൽ നടക്കുമെന്ന്. ഏറെ സന്തോഷത്തോടെ അത് പറഞ്ഞവൾ കാർ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. കുറെ നാളുകൾക്ക് ശേഷം എന്തൊക്കെയോ നേടിയ സമാധാനമായിരുന്നു അവളിൽ ഉണ്ടായിരുന്നത്. മിഥുന്റെയും സലീമിന്റെയും ജീവിതം തകർക്കാനുള്ള ഒരു ബ്രഹ്മാസ്ത്രം സ്വന്തമാക്കിയ സന്തോഷത്തോടെ അവൾ യാത്ര തുടർന്നു. രാത്രിയുടെ ഏതോ യാമത്തിൽ സരയു കണ്ണു തുറന്നപ്പോൾ ഉണർന്നു കിടക്കുകയാണ് മിഥുൻ. എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ് അവൻ. കുറച്ചു സമയം അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അവൾ. എന്തോ ഗ്രാഹ്യമായ ചിന്തയിലാണ് അവൻ. പെട്ടെന്ന് അവൾ അവനെ കൈകളാൽ പുണർന്നു. ഞെട്ടിയതുപോലെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താ കണ്ണേട്ടാ, എന്തു പറ്റി? കണ്ണേട്ടന് ഉറക്കം പോലും ഇല്ലല്ലോ. അവന്റെ തലമുടിയിൽ തലോടിക്കൊണ്ട് അവൾ ചോദിച്ചു. അവന്റെ ഇരുത്തം കണ്ട് സരയുവിനും എന്തോ പോലെ തോന്നിയിരുന്നു. എന്നോട് പറയാൻ പറ്റാത്ത എന്തോ സങ്കടമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ചോദിക്കാത്തത്. ചോദിച്ച് വിഷമിപ്പിച്ചാൽ പിന്നെ അത് സങ്കടമാവുമെന്ന് കരുതിയിട്ടാണ്. എങ്കിലും കണ്ണേട്ടിന് വേദനിക്കുന്നത് കാണാൻ വയ്യ. എന്നോട് പറയാൻ പറ്റുമെങ്കിൽ പറ കണ്ണേട്ടാ, എന്താണ് പ്രശ്നം? കണ്ണേട്ടിൻ്റെ മനസ്സിൽ അലട്ടുന്ന പ്രശ്നം എന്താ? ഒരു നിമിഷം അവൻ്റെ നെഞ്ചകം ഒന്ന് പിടഞ്ഞു. തന്നെ ഇത്രത്തോളം മനസ്സിലാക്കിയ ഒരു പെണ്ണിനോട് എങ്ങനെയാണ് താനിത് മറച്ചു വയ്ക്കുന്നത്? തിരിഞ്ഞവൾക്കരികിലേക്ക് കിടന്ന് ആ നെറ്റിയിൽ അവൻ മുത്തമിട്ടു. ഏറെ സ്നേഹത്തോടെ ആ മുഖം കൈക്കുമ്പിളിലെടുത്ത് കവിളിലും ചുണ്ടുകളിലുമൊക്കെ അവൻ തൻ്റെ മുദ്ര പതിപ്പിച്ചു. ഭ്രാന്തമായി ചുംബിക്കുന്നവനെ അവൾ മനസ്സിലാവാതെ നോക്കി. ഒട്ടും എതിർക്കാതെ തന്നെ അവൾ അവൻ്റെ ചുംബനം ഏറ്റുവാങ്ങി. ചുംബനത്തിനൊരു അറുതി വന്നപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഇനി ഒരിക്കലും ഇങ്ങനെ പൂർണ്ണ മനസ്സോടെ നീ എൻ്റെ സ്നേഹം ഏറ്റുവാങ്ങില്ല. ഇടർച്ചയോടെ അവൻ പറഞ്ഞു. എന്താ കണ്ണേട്ടായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു. നമുക്ക് ബാൽക്കണിയിലേക്ക് ഇരിക്കാം. എനിക്ക് കുറച്ച് കാര്യം നിന്നോട് സംസാരിക്കാനുണ്ട്. അത്രയും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നിരുന്നു. അവൻ്റെ കൂടെ അവളും നടന്നു. രണ്ടുപേരും ആ നടത്തു നിന്നത് ബാൽക്കണിയിലാണ്. അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്നും പറയാനുള്ള ധൈര്യം തനിക്കില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു. പുറത്തെ നിലാവെളിച്ചത്തിലേക്ക് നോക്കി നിൽക്കുന്നവൻ്റെ തോളിൽ അവളൊന്ന് കൈവച്ചു. എന്താ കണ്ണേട്ട? എന്താ കണ്ണേട്ടന് പറയാനുള്ളത്? എന്താണെങ്കിലും പറ. നമുക്ക് പറ്റുന്ന കാര്യമെങ്കിൽ പരിഹാരമുണ്ടാക്കാം. പരിഹാരമുണ്ട്, പക്ഷേ അത് നിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. എന്ത് കണ്ണേട്ടെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാകുന്ന രീതിക്ക് പറഞ്ഞാലല്ലേ എനിക്കറിയാൻ പറ്റൂ. എന്താണ് വിഷയം? അതിനു മുൻപ് ഞാൻ ചോദിക്കുന്നതിന് നീ എനിക്ക് മറുപടി തരണം. എന്താ കണ്ണേട്ടാ? എൻ്റെ ഭാഗത്ത് നിന്ന് നിന്നോടറിയാതെ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ നീ അതിനെനിക്ക് മാപ്പ് തരില്ലേ? കണ്ണേട്ടൻ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? എനിക്കൊന്നും അങ്ങോട്ട് തിരിയുന്നില്ലല്ലോ. എനിക്ക് മനസ്സിലാവുന്നില്ല. സനൂപ് എന്നോട് പറഞ്ഞു നിന്നോട് ഇക്കാര്യം പറയരുതെന്ന്. പക്ഷേ നിന്നോട് മറച്ചു വെച്ച് ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. അതാണ് സത്യം. എനിക്ക് നിന്നോടത് പറഞ്ഞേ മതിയാകൂ. ഓരോ വട്ടവും കള്ളം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത്. നീ എന്ത് ശിക്ഷ വിധിച്ചാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ നിന്നോട് ഞാൻ തുറന്നു പറയുക തന്നെ ചെയ്യും. എന്താ കണ്ണേട്ടാ? അവൾക്ക് ഭയം തോന്നിയിരുന്നു. എന്താണ് കണ്ണേട്ടന് തന്നോട് പറയാനുള്ളത് എന്ന് ഓർത്തു. കണ്ണേട്ടൻ എന്താണെങ്കിലും പറ. ഞാൻ പറയുന്നത് കേട്ട് നീ ഒരു പക്ഷേ എന്നെ ഉപേക്ഷിച്ച് പോകും. അത് ഞാൻ മരിക്കണം കണ്ണേട്ടാ. അവളുടെ വാക്കുകൾ അവനിൽ വല്ലാത്തൊരു ആത്മവിശ്വാസം നിറച്ചിരുന്നു. പറയട്ടെ? പറ, ഒന്ന് വേഗം പറ, എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ. പറഞ്ഞവസാനിക്കുമ്പോൾ ഒരു പക്ഷേ നിനക്കെന്നോട് വെറുപ്പ് തോന്നിയേക്കാം. നിന്റെ ഏട്ടൻ മരിക്കാൻ അറിഞ്ഞോ അറിയാതെയോ കാരണമായത് ഞാനാണ്. സരയുവിന് ഭൂമി താഴ്ന്ന് താൻ താഴേക്ക് പോകുന്നത് പോലെയാണ് ആ നിമിഷം തോന്നിയത്. ഒന്നും മനസ്സിലാവാതെ ഒരു ഞെട്ടലോടെ അവൾ അവനെ നോക്കി. എൻ്റെ വിവാഹരാത്രി, ഷികയെ ഒരിക്കലും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ കണ്ട ആ രാത്രി, അന്നത്തെ ആ കാഴ്ച എന്നെ ഒരു ഭ്രാന്തനാക്കി കളഞ്ഞിരുന്നു. അതെനിക്ക് ഓർക്കാൻ കൂടി ഇഷ്ടമല്ല. രാവും പകലും നിർത്താതെയുള്ള മദ്യപാനത്തിനിടയിൽ ഞാൻ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചു. അവളെ കൊന്നാലോ എന്ന് പോലും ഞാൻ മനസ്സിൽ കരുതി. പിന്നെ കരുതി കൊല്ലാൻ പാടില്ല, ഇഞ്ചിഞ്ചായി അവളെ അനുഭവിപ്പിക്കണം.
ഞാൻ അനുഭവിച്ച വേദനകളൊക്കെ അവൾ അറിയണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ അനൂപിനോട് അത് പറഞ്ഞു. അവൻ എന്നെ തിരുത്താൻ ശ്രമിച്ചെങ്കിലും ഞാൻ ആ തീരുമാനത്തിൽ നിന്ന് മാറില്ല എന്ന് മനസ്സിലാക്കിയതോടെ സമ്മതിപ്പിച്ചു. എൻ്റെ ശവം കാണേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അവൻ അതിന് സമ്മതിച്ചിരുന്നു. എനിക്ക് പരിചയമുള്ള ഒരു ഫൈറ്റ് മാസ്റ്ററുണ്ട്, ഭാരത്. അയാൾക്ക് ചില കൊട്ടേഷൻ ടീമിനെയൊക്കെ പരിചയമുണ്ട്. എന്നെ കൂട്ടിക്കൊണ്ട് അയാൾ എനിക്കൊരാളെ പരിചയപ്പെടുത്തി തന്നു. രുദ്രൻ എന്നായിരുന്നു അയാളുടെ പേര്. അയാളുടെ കൂടെ ഒരു സഹായി പയ്യൻ ഉണ്ടായിരുന്നു. ചെറിയ ചില അടിപിടി കേസുകൾ മാത്രം ചെയ്തിരുന്ന ഇവർക്ക് മുൻപിലേക്കാണ് ഞാൻ എത്തുന്നത്. ഷിഗയെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും തട്ടിക്കൊണ്ടു വരണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. അവളെ കൊണ്ടൊന്ന് ഉപദ്രവിക്കാനൊന്നും ആയിരുന്നില്ല. കുറച്ച് ദിവസം ആരും കാണാതെ എവിടെയെങ്കിലും പൂട്ടിയിട്ടതിനു ശേഷം എൻ്റെ അരിശം തീരുന്നതുവരെ അവളെ തല്ലണം. അതിനപ്പുറം മറ്റൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് അവൾ ഉരുകണം. അതിനുവേണ്ടി ഷൂട്ടിംഗ് കഴിയുമ്പോൾ അവളെ കൊണ്ടുവരണമെന്ന് മാത്രമായിരുന്നു ഞാനും പറഞ്ഞത്. അതിന് ഞാൻ അവർക്ക് ഓഫർ ചെയ്തത് 10 ലക്ഷം രൂപയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തുക തന്നെയായിരുന്നു. രുദ്രന്റെ സഹായിയായ പയ്യനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാമെന്ന് ഞങ്ങളോട് അയാൾ പറഞ്ഞു. അയാൾക്ക് 2 ലക്ഷം രൂപ കൊടുക്കാമെന്ന് ഏൽക്കുകയും ചെയ്തു. ക്ലോറോഫോം അടക്കമുള്ള സാധനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അപ്പോഴാണ് സഹായിയായ പയ്യനെ പരിചയപ്പെടുത്തി ഷിഗയ്ക്ക് നൽകാമെന്ന് പറഞ്ഞത് ഭരതായിരുന്നു. ആ സഹായി പയ്യന്റെ പേര് സന്ദീപ് എന്നായിരുന്നു. അത് നിന്റെ ചേട്ടനാണ്. സരയുവിൽ വീണ്ടും ഒരു നടുക്കമുണ്ടായിരുന്നു. കാഴ്ചയിൽ തന്നെ ഒരു സാധാരണക്കാരനായ പയ്യനായതുകൊണ്ട് അവൻ ലൊക്കേഷനെത്തിയാൽ ആർക്കും സംശയം തോന്നില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഒരു കഥ പറയാനാണെന്ന് പറഞ്ഞ് ഫോർട്ട് കൊച്ചിയിലേക്ക് അവളെ വിളിച്ചു വരുത്തണമെന്ന് സന്ദീപ് ഞങ്ങൾക്ക് ഉറപ്പു തന്നിരുന്നു. ഭരതാണ് ഷൂട്ടിംഗ് സെറ്റിലേക്ക് അവരെ പറഞ്ഞു വിട്ടത്. മാസ്റ്ററുടെ കെയർ ഓഫിൽ ഷിഗയെ കാണുവാനും സന്ദീപിന് സാധിച്ചു. വൈകുന്നേരം 5 മണിയാകുമ്പോൾ കഥ പറയാൻ എത്താമെന്ന് സന്ദീപ് പറഞ്ഞു. അത് ഷിഗ സമ്മതിക്കുകയും ചെയ്തു. അതിനുവേണ്ടി ഒരു ഹോട്ടൽ റൂം എടുത്തു. എന്നാൽ ഷിഗ ഒറ്റയ്ക്ക് വരുമെന്നും ക്ലോറോഫോം അണപ്പിച്ച് അവളെ ബോധരഹിതമാക്കാമെന്നുമായിരുന്നു സന്ദീപിൻ്റെയും രുദ്രൻ്റെയും പ്ലാന്. പക്ഷേ അവൾ വന്നത് ഒറ്റയ്ക്കായിരുന്നില്ല. അവളുടെ കാമുകനായ ആ സംവിധായകനൊപ്പമായിരുന്നു വന്നിരുന്നത്. ആരെയും കൊല്ലാൻ പോലും മടിയില്ലാത്ത ഒരുത്തൻ, റാം. ഷിഗ വന്നതോടെ സന്ദീപും രുദ്രനും ഷിഗയെ ബലമായി പിടിച്ചുകൊണ്ട് പോകാൻ നോക്കി. റാം എതിർത്തു. അയാൾക്ക് പരിചയമുള്ളൊരു ഹോട്ടലായിരുന്നു അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞാനും സനൂപും കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അവർ തമ്മിൽ അടിപിടിയായി. ആ അടിപിടി കത്തിക്കുത്തിൽ അവസാനിച്ചു. റാമിൻ്റെ കയ്യിൽ നിന്നും സന്ദീപിന് കുത്തേറ്റു. മർമ്മസ്ഥാനത്ത് തന്നെ കുത്തേറ്റതുകൊണ്ട് അപ്പോൾ തന്നെ സന്ദീപ് മരിച്ചിരുന്നു. ഈ വിവരം പുറത്തറിഞ്ഞ എല്ലാവരുടെയും ഇമേജിനെയും ഹോട്ടലിൻ്റെ പേരിനെയും ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഒതുക്കി തീർക്കാൻ അവിടെ തന്നെ എല്ലാവരും തീരുമാനിച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ ഇരട്ടിത്തുക രുദ്രൻ നൽകാമെന്ന് റാം ഉറപ്പ് കൊടുത്തു. ബോഡി എവിടെയാണെന്ന് വെച്ച് നശിപ്പിച്ചു കളയാനായിരുന്നു. ഒരു തെളിവും അവശേഷിക്കാതെ. കുത്തേറ്റാണ് സന്ദീപ് മരിച്ചതെന്ന് തെളിവില്ലാതെ അവർ പോയതിനു ശേഷം രാത്രിയിൽ ഹോട്ടൽ ഉടമയുടെ സഹായത്തോടെ സന്ദീപിൻ്റെ ബോഡി റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയിട്ടു. അങ്ങനെയാണ് ബോഡി അവിടെ എത്തുന്നത്. ശരീരത്തിലൂടെ വണ്ടി കയറി ഇറങ്ങിയത് കൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ ബാക്കിയൊന്നും കിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു. ഇതൊക്കെ പിന്നീട് രുദ്രൻ തന്നെ ഭരതിനോട് ഏറ്റുപറഞ്ഞ കാര്യങ്ങളാണ്. അങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത്. പിന്നെ പലവട്ടം രുദ്രൻ ഇക്കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയപ്പോഴേക്കും പണം കൊടുത്തതും ഞാനായിരുന്നു. പിന്നീട് ഏതോ ഒരു കൊട്ടേഷൻ സംഘവുമായുള്ള ഏറ്റുമുട്ടലിൽ അയാൾ മരിച്ചു എന്നറിഞ്ഞു. ഇതിനെപ്പറ്റി ആരോടും ആരും പറഞ്ഞില്ല. പറഞ്ഞാൽ എല്ലാവരും കൂടി കേസിൽ പെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട്. അങ്ങനെ ആ അധ്യായം അവസാനിച്ചു. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ കാരണം ഒരു ചെറുപ്പക്കാരൻ മരിച്ചു എന്നുള്ള കുറ്റബോധവും പേറിയാണ് സരയു ഞാൻ ജീവിക്കുന്നത്. അത് നിന്റെ ചേട്ടനാണെന്ന് അറിഞ്ഞപ്പോൾ അതൊന്നുകൂടെ കൂടി. എനിക്ക് നീ മാപ്പ് തരുമോ? എനിക്കറിയില്ല. പക്ഷേ അപേക്ഷിക്കാൻ മാത്രമേ ഈ നിമിഷം എനിക്ക് സാധിക്കൂ. അവൻ അവളുടെ കാലിൽ വീണു. ജീവിച്ചവൻ പോലെ നിൽക്കുന്നവളെ മിഥുനൊന്ന് നോക്കിപ്പോയി. അവൻ്റെ ഉള്ളിൽ വേദന നിറഞ്ഞു. കണ്ണിൽ നിന്ന് മുതിർന്നു വീഴുന്ന കണ്ണുനീർ മാത്രമായിരുന്നു അവൾ ജീവനോടെയുണ്ട് എന്നതിനുള്ള ഒരു തെളിവ്. മനഃപൂർവ്വം ഞാൻ നിന്നോട് ചെയ്ത തെറ്റല്ല. അവൻ പറഞ്ഞപ്പോഴേക്കും ഒന്നും സംസാരിക്കാതെ നിൽക്കുകയായിരുന്നു അവൾ. പെട്ടെന്ന് അവൾ താഴേക്ക് ഊർന്നു വീഴുന്നത് അവൻ കണ്ടു. ഒരു നിമിഷം ഭയം എൻ്റെ സിരകളിൽ ആഴത്തിൽ പതിഞ്ഞു പോയിരുന്നു. ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ അവൻ അവളെ കോരിയെടുത്ത് പലവട്ടം തട്ടി വിളിച്ചു നോക്കി. വെള്ളമുഖത്ത് തളിച്ചു നോക്കി. അവൾക്ക് ബോധം വരില്ലെന്ന് മനസ്സിലായതോടെ പരിഭ്രാന്തി അവനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന കസേരയിലേക്ക് അവളെ താങ്ങിയിരുത്തി. പെട്ടെന്ന് മുറിയിൽ ചെന്ന് വണ്ടിയുടെ താക്കോലെടുത്ത് രാത്രി ആയതുകൊണ്ട് തന്നെ ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ വന്നില്ല. വാതിൽ തുറന്ന് കാർ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മുകളിൽ നിന്നും അവളെ കൈകളിൽ കോരിയെടുത്ത് കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് കിടത്തി.
പിന്നീട് സെക്യൂരിറ്റിയെ വിളിച്ച് ഗേറ്റ് തുറക്കാൻ ആവശ്യപ്പെട്ടു. ശരവേഗം അവൻ്റെ വണ്ടി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു പോയിരുന്നു. ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോഴേക്കും നേഴ്സുമാർ അത്ഭുതത്തോടെ അവനെ നോക്കുന്നുണ്ട്. ആരുടെയും മുഖത്തേക്ക് നോക്കാനുള്ള സാഹചര്യത്തിലായിരുന്നില്ല മിഥുനപ്പോൾ. ക്യാഷ്വാലിറ്റിയിലേക്ക് ചെന്നതും കുഴഞ്ഞു വീണതാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സരീമിന് പ്രത്യേക വാർഡിലേക്ക് മാറ്റി. അതിനുശേഷം ഡോക്ടർ ചികിത്സയ്ക്ക് തുടങ്ങി. ആൾക്കൂട്ടം ഉണ്ടാകുമെന്നതുകൊണ്ട് തന്നെ അവനും വിശ്രമിക്കാൻ മറ്റൊരു സ്ഥലം അവർ ഒരുക്കി കഴിഞ്ഞിരുന്നു. മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു അവൻ. പെട്ടെന്നാണ് ഫോൺ ബെല്ലടിച്ചത്. നോക്കിയപ്പോൾ സമയം 4:25 ആയിട്ടുള്ളൂ. ഈ സമയത്ത് ആരാണ് വിളിക്കുന്നതെന്ന് നോക്കി ഫോൺ എടുത്തപ്പോൾ സനൂപാണ്. പെട്ടെന്ന് അവൻ ഫോൺ എടുത്തു. മിഥുനെ ഉറക്കമായിരുന്നു? പരിഭ്രാന്തിയോടെ സനൂപ് ചോദിച്ചു. അല്ലടാ. മിഥുൻ്റെ ശബ്ദം ഇടറിയിരുന്നു. എനിക്കൊരബദ്ധം പറ്റി. അത് നിന്നോട് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. സനൂപ വിറയലോടെ തന്നെ പറഞ്ഞു. എന്താടാ? ഇന്നലെ വൈകിട്ട് എന്നെ കാണാൻ ഷിയ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നും രണ്ടും പറഞ്ഞ് അവൾ എന്നെ പ്രൊവോക്ക് ചെയ്തു. ഞാൻ അല്പം കഴിച്ചിട്ടുണ്ടായിരുന്നു. അല്പമല്ല, അധികം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അറിയാതെ നടന്ന കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു. മിക്കവാറും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. സരേ വല്ലതും അറിഞ്ഞോ എന്നറിയാൻ വിളിച്ചതാ. അവൻ്റെ വാക്കുകളിൽ പ്രത്യേകിച്ചൊന്നും ഇതിന് തോന്നിയില്ല. അറിഞ്ഞു. അവൻ്റെ വാക്കുകളിൽ സനൂപിന് നടുക്കമാണ് ഉണ്ടാക്കിയത്. മിഥുൻ്റെ വാക്കൊരു ഞെട്ടലായിരുന്നു. പക്ഷേ പറഞ്ഞത് ഷികയല്ലെന്ന് മാത്രം. ഞാനായിരുന്നു. അവളോടൊന്നും മറച്ചു വെക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഉറക്കം പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇന്ന് വെളുപ്പിന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്ത് പറഞ്ഞു സറിയൂ? ആകാംക്ഷയായി സനൂപിന്. അവളൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് മുഴുവൻ കേട്ടു. ഒരക്ഷരം പോലും എന്നോട് പറയാതെ അവൾ ബോധം കെട്ട് വീണു. ഞാനിപ്പോൾ ആശുപത്രിയിലാണ്. മിഥുൻ വിഷമത്തോടെയാണ് സനൂപിന് ഓരോ വാക്കുകൾ പറഞ്ഞത്. ഏത് ആശുപത്രിയിൽ? സിറ്റി ഹോസ്പിറ്റൽ. നിനക്ക് പറ്റുമെങ്കിൽ ഇവിടേക്ക് വാ. ഞാൻ അവിടേക്ക് വരാൻ നോക്കാം. ഞാൻ വിചാരിച്ചു ഷിക വല്ലതും. അവളുടെ കാര്യം വിട്. അവൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എനിക്കൊരു ചുക്കുമില്ല. അവളെക്കുറിച്ച് നീ എന്നോട് പറയണ്ട. അത് ഞാൻ ഒഴിവാക്കിയ ചാപ്റ്ററാണ്. പക്ഷെ സരയുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കില്ല. അവളോടുള്ള സ്നേഹവും കരുതലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അവൻ്റെ വാക്കുകളിൽ. നീ സമാധാനമായിട്ട് ഇരിക്ക്. സരയുവിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നീ വിഷമിക്കേണ്ട. ഞാൻ അങ്ങോട്ട് വരാൻ നോക്കാം. അത്രയും പറഞ്ഞ് ആശ്വസിപ്പിച്ചെങ്കിലും ആശുപത്രിയിലേക്ക് പോകാൻ സനൂപിന് കഴിഞ്ഞിരുന്നില്ല. അവർ തമ്മിൽ പരസ്പരം സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരിക്കൂ എന്ന് സനൂപിൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു. ഇടയിലേക്ക് താൻ ചെല്ലുമ്പോൾ അവർക്ക് സംസാരിക്കാൻ അതൊരു ബുദ്ധിമുട്ടാകും. സരയുവിന് ബോധം തെളിയുന്ന സമയത്ത് അവിടെ മിഥുൻ മാത്രം മതിയെന്ന് തോന്നി. ആ സമയം അത്രയും ഇരുവർക്കുമിടയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് മിഥുൻ്റെ ഫോണ് ബെല്ലടിച്ചത്. അവൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഷികയായിരുന്നു. ദേഷ്യവും സങ്കടവും എല്ലാം കൊണ്ട് അവൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. പലവട്ടം ഫോൺ കട്ട് ചെയ്തിട്ടും വീണ്ടും വീണ്ടും വിളിച്ചു തുടങ്ങിയപ്പോൾ സഹികെട്ടവൻ ഫോൺ എടുത്തു. നിനക്ക് എന്താടി പുല്ലേ വേണ്ടത്? എൻ്റെ ഫോണിലേക്ക് എന്തിനാ നീ വിളിക്കുന്നത്? അനുഭവിക്കാവുന്ന പരമാവധി എന്നെ കൊണ്ട് നീ അനുഭവിപ്പിച്ചിട്ടുണ്ട്. ഇത്രമാത്രം സ്നേഹിച്ചതിന് ഇതിൽ കൂടുതലൊരു ശിക്ഷ എനിക്ക് തരാനില്ല. ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? മറുത്തൊന്നും സംസാരിക്കാൻ അനുവദിക്കാതെ മിഥുൻ അത് മാത്രമാണ് അവളോട് പറഞ്ഞിരുന്നത്. അങ്ങനെ വെറുതെ വിടാൻ എനിക്ക് പറ്റുമോ മിഥുൻ? ഈ സമയത്ത് ഞാൻ ഉറങ്ങിയില്ലായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ മിഥുനോടൊപ്പം സന്തോഷത്തോടെ ഉറങ്ങാനുള്ള വിശ്വാസമുണ്ട്. ഇന്നലെ ഞാൻ സനൂപിൻ്റെ വീട്ടിൽ പോയിരുന്നു. ബാക്കിയൊക്കെ ഞാൻ നിന്നോട് അങ്ങോട്ട് പറയാം. അവനിപ്പോൾ എന്നെ വിളിച്ചു. അവളെ പറയാൻ അനുവദിച്ചില്ല. അവനിൽ നിന്നും സരീവിൻ്റെ ചേട്ടനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അത് വെച്ച് എന്നെ ഭീഷണിപ്പെടുത്താനാണ് ഈ ഫോൺ വിളി. അത്രയും എനിക്ക് മനസ്സിലായി. മിഥുൻ പരിഹാസത്തോടെയാണ് അവനോട് പറഞ്ഞത്. ഇനി നിന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഭീഷണിയാണെന്നൊന്നും മിഥുൻ കരുതരുത്. ഒരു ഭീഷണിയുമില്ല. എനിക്ക് അപേക്ഷ മാത്രമേ ഉള്ളൂ. എനിക്ക് വേണം മിഥുനെ. ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചതാണ് മിഥുനെ. അതിനിടയിലാണിപ്പോൾ സരയു നിൽക്കുന്നത്. സരയുവിന്, അവരുടെ കുടുംബത്തിന്, മിഥുനും ഞാനും ഒക്കെ കാരണം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടി നല്ലൊരു തുക അവൾക്ക് കൊടുക്കാം. അവളുടെ ഫാമിലിന് ബുദ്ധിമുട്ടുണ്ടാവാതെ ജീവിക്കാനും മാത്രമുള്ള തുക. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. ഇത് മാത്രമാണ് എൻ്റെ ആവശ്യം. മോളെ, ഇനി നിന്റെ കൂടെ ജീവിക്കണമെങ്കിൽ അതിന് ഞാൻ മരിക്കണം. നീ എന്താ കരുതിയത്? ആത്മാഭിമാനമില്ലാത്തവനാണ് ഞാനെന്നോ? എന്നാ നിനക്ക് തെറ്റി മോളെ. എൻ്റെ സരയുവിനെ ഉപേക്ഷിക്കാൻ പറയാൻ നീ ആരാണ്? ഈ ലോകത്തിൻ്റെ ശ്വാസം പോലും അവൾക്ക് വേണ്ടി മാത്രമാണ്. അവളില്ലെങ്കിൽ ഞാനില്ല. ഇനി ഇത് സ്വപ്നം കാണേണ്ട. അതല്ല, ഇനി ഇതൊക്കെ അവളോട് പറഞ്ഞ് പേടിപ്പിക്കാമെന്ന് പറയാനാണ് നിന്റെ ഭാവമെങ്കിൽ നീ ഒരു കാര്യം കൂടെ കേട്ടോ. എല്ലാം അവൾ അറിഞ്ഞിട്ടുണ്ട്. ഞാനെല്ലാം സരയുവിനോട് പറഞ്ഞു.
മറ്റാരേക്കാളും കൂടുതൽ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളവളാണ് അവള്. ഏത് സാഹചര്യത്തിന്റെ പുറത്തായിരുന്നു ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് നന്നായി മനസ്സിലാക്കാൻ പറ്റുമോ അവൾക്ക്. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സംശയമുണ്ടെങ്കിൽ വന്ന് കണ്ട് ചോദിച്ചു നോക്ക്. നീ എന്നെ ശല്യപ്പെടുത്തരുത്. ശല്യപ്പെടുത്തിയ നീ പടുത്തുയർത്തിക്കൊണ്ടുവന്ന നിന്റെ കരിയർ നശിപ്പിക്കാൻ എനിക്കൊരു നിമിഷം മതി. ഞാൻ എടുത്തു വെച്ച ഫോട്ടോസും വീഡിയോസും ഈ ലോകത്തിന് മുൻപിൽ മുഴുവൻ വിളിച്ചു പറയും. അത് വേണോ? ഇതുവരെ പ്രേക്ഷകർക്ക് മുൻപിൽ നിഷ്കളങ്ക മനോഭാവമായി നിൽക്കുന്ന നിന്റെ ഇമേജ് ആയിരിക്കില്ല പിന്നെ. താരസുന്ദരിയുടെ അഴിഞ്ഞാട്ട കഥകൾ ഞാൻ തന്നെ പറഞ്ഞ് മറ്റുള്ളവർ അറിയരുത്. അതുകൊണ്ട് നിർത്തിക്കോ, ഇവിടെ വെച്ച് നിർത്തിക്കോ. മറുപടിക്ക് കാക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ അവളുടെ മനസ്സിൽ പ്രതീക്ഷകൾ അസ്തമിച്ചിരുന്നു. എല്ലാം കേട്ടുകൊണ്ട് നിന്ന ജ്യോതി അവളെ ആശ്വസിപ്പിച്ചു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നത് ജ്യോതി കണ്ടിരുന്നു. വർഷങ്ങളായി അവൾക്കൊപ്പമുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ജ്യോതി. അവൾ പെട്ടെന്ന് ജ്യോതിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. പോട്ടെ മേഡം, അത് മേഡത്തിന് വിധിച്ചതല്ല. മേഡത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുണ്ടായി. മിഥുൻ സാർ മേഡത്തിന് സ്നേഹിച്ച കാലം ഉണ്ടായിരുന്നു. ആത്മാർത്ഥമായിട്ട് ഒരുപാട് സ്നേഹിച്ചൊരു കാലമുണ്ടായിരുന്നു മിഥുൻ സാറിന്. അത് മേഡം തന്നെയാണ് നശിപ്പിച്ചത്. ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. ചിലപ്പോൾ നമ്മുടെ വലിയ സ്ഥാനമാനങ്ങളും പണം തേടി പോകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ മനസ്സിന്റെ സന്തോഷമായിരിക്കും. മേഡത്തിന്റെ മനസ്സിൽ സന്തോഷം മിഥുൻ സാറായിരുന്നു. സാറിനൊപ്പമുള്ള മേഡത്തിന്റെ ജീവിതമായിരുന്നു ഏറ്റവും സന്തോഷം. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. മേഡം ഇനി അവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും പോയ ഒരു കോമാളിയായി മാറുകയുള്ളൂ. കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ മറക്കുക. രാം സാറും മേഡമും തമ്മിൽ ഒരിക്കലും പിരിയാൻ പറ്റാത്തത്ര ഇപ്പോൾ അടുത്തിട്ടില്ലേ? സാറിപ്പോൾ ഭാര്യ മരിച്ച് ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഇനി ഒരുമിച്ച് ജീവിക്കാൻ സമയമുണ്ട്. സാറിന് ഇന്നും ഏറെ ഇഷ്ടമായിരുന്നു മേഡത്തെ. മിഥുൻ സാറിന് മനസ്സിൽ വിചാരിച്ചാണ് മേഡം അതിനെതിരെ നിന്നത്. മേഡത്തിൻ്റെ ഒരു വാക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ് സാറ്. ഇനിയൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ സമയമുണ്ട് മേഡം. ഒന്നും മിണ്ടിയില്ലെങ്കിലും ഷികയ്ക്ക് അത് തിരിച്ചറിവുകളുടെ നിമിഷങ്ങളായിരുന്നു. കുറേ സമയമായിട്ടും സരയുവിനെ പറ്റിയുള്ള യാതൊരു അറിവും ഇല്ലാതെ വന്നപ്പോൾ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അവന്. പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഡോക്ടർ അകത്തേക്ക് കയറി വന്നത്. കുഴപ്പമില്ല മിഥുൻ, BP ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാണാം, ആൾക്കിപ്പോൾ ബോധം വന്നിട്ടുണ്ട്. കണ്ടതിനു ശേഷം എന്നെ ഒന്ന് കാണണം. ശരി ഡോക്ടർ. ഡോക്ടർ പറഞ്ഞപ്പോൾ അവന് സന്തോഷം തോന്നിയിരുന്നു. കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞപ്പോൾ അവൻ വല്ലാത്ത ആവേശത്തോടെയാണ് മുറിക്ക് പുറത്തേക്ക് ചെന്നത്. കണ്ണു തുറന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് കിടക്കുന്നവളെ കണ്ടപ്പോൾ വീണ്ടും കുറ്റബോധത്തിന്റെ അലയൊലികൾ മനസ്സിലേക്ക് നിറഞ്ഞു വന്നു. അല്പം ഇടർച്ചയോടെയാണ് അവൻ വിളിച്ചത്. സരയൂ. അവന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ കലങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. എന്നോട് ദേഷ്യമാണോ തനിക്ക്? എന്തിനാ കണ്ണേട്ടനോട് എനിക്ക് ദേഷ്യം? എന്ത് തെറ്റാണ് കണ്ണേട്ടൻ ചെയ്തത്? ഒക്കെ ഏട്ടന്റെ തെറ്റായിരുന്നു. ഏട്ടൻ ഇത്തരമൊരു വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു. പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ നോക്കിയിട്ട് അത് ഏട്ടന് തന്നെ വിനയായി. മറ്റൊരാളുടെ വേദനയെ നമ്മൾ ഉണ്ടാക്കുന്നതൊന്നും ഒരിക്കലും നമുക്ക് ലഭിക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? അതാണ് സംഭവിച്ചത്. അത് തന്നെയാ ഏട്ടനും പറ്റിയത്. വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞതുപോലെ ഒരിക്കലും ഇങ്ങനെ ഒരു രീതിയിലേക്ക് ഏട്ടൻ പോകുമെന്ന് ഞാൻ കരുതിയില്ല. കണ്ണേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കരുതി കൂട്ടിയല്ലല്ലോ അതൊന്നും നടന്നത്. പൂർണ്ണ മനസ്സോടെ വന്നതല്ലേ. ഇതിൽ കണ്ണേട്ടൻ കുറ്റക്കാരനല്ല. ഒക്കെ കേട്ടപ്പോൾ എൻ്റെ ചേട്ടൻ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്നോർത്ത് ഞാൻ സങ്കടപ്പെട്ടു പോയതാണ്. എനിക്കൊരു ദേഷ്യവുമില്ല. മറിച്ച് കണ്ണേട്ടൻ എന്നോട് പറയാൻ കാണിച്ച ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ മാത്രമാണ് എനിക്ക് സങ്കടം. ഇപ്പോഴും എന്നെ കണ്ണേട്ടൻ കരുതിയിരിക്കുന്നത് അങ്ങനെയാണോ? എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഞാൻ കണ്ണേട്ടനെ വിട്ടുപോകുമെന്ന് എനിക്കൊരിക്കലും കഴിയില്ല കണ്ണേട്ട. എൻ്റെ ജീവിതം ഏട്ടനാണ്. കണ്ണേട്ടൻ മാത്രമാണ് എൻ്റെ സന്തോഷവും എല്ലാം. ഇത് എന്നോട് പറയാതെ ഇത്രയും മുരുകി കണ്ണേട്ടൻ ജീവിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കണ്ണേട്ടനെ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു. ജീവിതം തിരികെ കിട്ടിയതുപോലെയാണ് മിഥുന് തോന്നിയത്. വല്ലാത്തൊരാശ്വാസം അവന് തോന്നി തുടങ്ങി. പെട്ടെന്ന് അവളെ തന്നോട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവനേറെ സ്നേഹത്തോടെ അവളുടെ നെറ്റിയിലും മുഖത്തും മുത്തമിട്ടു. നീ എന്നോട് ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ പിടിമണ്ണായിട്ടുണ്ടാകുമായിരുന്നു. നീയില്ലാത്ത ഒരു ജീവിതം അതെനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല സരയു. അത്രത്തോളം നീ എൻ്റെ പ്രാണനാണ്. അത്രമാത്രം നിന്നെ ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞിരുന്നു. സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവനെ ഇറുക്കെ പുണർന്നു. ആ നെഞ്ചിലേക്ക് ചേർന്നു. കണ്ണീരോടെ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വിവാഹം നടന്ന സമയത്ത് ഏട്ടൻ്റെ പ്രസൻസ് എനിക്ക് തോന്നിയെന്ന്. ഇപ്പോൾ എനിക്ക് ഉറപ്പായി ഏട്ടന് സമാധാനമായിട്ടുണ്ടാകും. ഏട്ടനൊക്കെ കാണുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. അന്ന് അമ്പലനടയിൽ വെച്ച് ചിരിയോടെ നിൽക്കുന്ന ഏട്ടൻ്റെ രൂപം ഞാൻ കണ്ടു. കണ്ണേട്ടൻ ഇനി അതോർത്ത് വിഷമിക്കേണ്ട. ഇതിലാരും തെറ്റുകാരില്ല. ഏട്ടനെ പോലും കുറ്റം പറയാൻ പറ്റില്ല. 2 പെങ്ങന്മാരുടെ കാര്യമോർത്തായിരിക്കും ഏട്ടൻ ഇങ്ങനെ ഒരു കാര്യം തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി സംസാരിക്കേണ്ട. അതോർത്ത് മനസ്സ് വേദനിക്കേണ്ട.
നമുക്ക് ഏട്ടന് വേണ്ടി കർമ്മം ചെയ്യാം. പെട്ടെന്നാണ് ഡോക്ടർ അകത്തേക്ക് വന്നത്. ആ നിമിഷം ഇരുവരും പരസ്പരം അകന്നു മാറിയിരുന്നു. എന്നെ വന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഡോക്ടർ പറഞ്ഞപ്പോൾ മിഥുൻ അവരുടെ മുഖത്തേക്ക് നോക്കി. ഡോക്ടർ, ഞാൻ പെട്ടെന്ന് അത് വിട്ടുപോയി, അതാ വരാതിരുന്നത്. സാരമില്ല, മീഡിയയ്ക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഐറ്റം എൻ്റെ കയ്യിലുണ്ട്. അത് പറയാൻ വേണ്ടിയായിരുന്നു ഞാനിപ്പോൾ പോവുക. മോർണിംഗ് ഡ്യൂട്ടിക്ക് ഡോക്ടർ വരും. ഇത് ഞാൻ തന്നെ പറയണമെന്നൊരു നിർബന്ധം എനിക്ക്. എന്താ ഡോക്ടർ, എന്താണ് പ്രശ്നം? മിഥുൻ മേനോൻ ഒരച്ഛനാവാൻ പോകുന്നു. സരയുവും മിഥുനും പരസ്പരം നോക്കി. വെറുതെ പറഞ്ഞതല്ലടോ. ഇയാളുടെ കുറേ ടെസ്റ്റുകൾ ചെയ്തിരുന്നു. ബ്ലഡ് റിസൾട്ട് പോസിറ്റീവാണ്. ഷീ ഈസ് ക്യാരിങ്. ഡോക്ടർ, സന്തോഷം സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല മിഥുൻ. ആ സമയം അത്രത്തോളം സന്തോഷവാനായിരുന്നു. റിപ്പോർട്ടൊക്കെ ഞാൻ സിസ്റ്ററിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, വാങ്ങിയാൽ മതി. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ഫുഡ് കഴിക്കൂ, ഹാപ്പി ആയിരിക്കൂ, അത്രയേ ഉള്ളൂ. താങ്ക് യു ഡോക്ടർ. ശരി, ഞാൻ പോവുകയാണ്. ഓക്കെ. ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സന്തോഷത്തോടെ അവൻ സരയുവിനെ നോക്കി. ഞാനൊരാഗ്രഹം പറഞ്ഞപ്പോൾ നീ ഇത്ര പെട്ടെന്ന് പണി പറ്റിക്കുമെന്ന് ഞാൻ കരുതിയില്ല മോളെ. അവളെ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നു കണ്ണേട്ടാ. അവൻ്റെ മുഖത്തേക്ക് നോക്കി സരയു പറഞ്ഞു. എന്നെ മുറുക്കി കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ടോ? അവളുടെ കാതോരം അവൻ ചോദിച്ചു. അവളൊന്ന് മൂളി. എങ്കിൽ പിടിച്ചോ. അവൻ പെട്ടെന്ന് കൈകൾ വിരിച്ചു നിന്നു. അവൾ കട്ടിൽ നിന്നും എഴുന്നേറ്റ് ഗാഢമായി അവനെ പുണർന്നിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു സരയുവിനും മിഥുനും. അവൾക്കെന്നും പ്രിയപ്പെട്ട അവളുടെ സന്തോഷം. ഇരുവരുടെയും മനസ്സിലെ വേനലിൽ ഒരു മഴ പെയ്തു തുടങ്ങിയിരുന്നു.